ഹലോ ഗൈസ്, കൂടുതൽ ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ വന്ന് ചോദിക്കുന്ന ചോദ്യം എൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് മാത്രമേ ഉള്ളൂ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് ലോൺ എടുക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഈ വീഡിയോയുടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതായത് ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുമില്ലാണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് പറ്റിയ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ സിംഗിളായിട്ട് ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒറ്റ വീഡിയോയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. ഈ പറയാൻ പോകുന്ന എല്ലാ ആപ്ലിക്കേഷനും RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ലോൺ ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾക്ക് വിശ്വസിച്ച് ഇത്തരം ആപ്ലിക്കേഷൻസിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് റുപ്പി റെഡി എന്നാണ്. നമുക്ക് 25,000 വരെ 500 തൊട്ട് 25,000 വരെ ലോൺ എടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. 4 മാസം വരെ ആയിരിക്കും നമുക്ക്, അല്ലെങ്കിൽ 6 മാസം വരെ ആയിരിക്കും നമുക്ക് മാക്സിമം ടെന്യൂർ വരുന്നത്. ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ 1 മാസം 2 മാസം കിട്ടത്തുള്ളൂ. മിനിമം 1 മാസം തൊട്ട് നമുക്ക് ടെന്യൂർ കിട്ടും. ഇൻട്രസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് 4-5% വരെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. സോ അത്യാവശ്യം കത്തിയായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. എന്നാൽ പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ കുറഞ്ഞ സിബിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് റുപ്പി റെഡി എന്ന് പറയുന്നത്. പ്രോസസിംഗ് ഫീസും കട്ടാവും. ഇപ്പോൾ 2,500 കിട്ടുവാണെങ്കിൽ ഒരു 1,800 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന. ആ രീതിയിൽ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം എളുപ്പത്തിൽ ലോൺ കിട്ടണമെന്നുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആണ്. എന്നാൽ എമൗണ്ട് റീപേ ചെയ്യുന്നതും കിട്ടുന്നതും കുറവായിരിക്കും. സോ അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതി. എന്തായാലും പെട്ടെന്ന് ലോൺ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് റുപ്പി റെഡി എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് പേറുപ്പിക്ക് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് 20,000 വരെയാണ് ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 ഇയർ വരെ ലോൺ ടെന്യൂർ കൊടുക്കുന്നുണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത്രയൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ 14 ദിവസം അല്ലെങ്കിൽ 27 ദിവസം 28 ദിവസം റേഞ്ചിലേക്കായിരിക്കും നിങ്ങൾക്ക് ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയൊരു ടെന്യൂറിൽ നമുക്ക് പെട്ടെന്ന് ലോൺ തരുന്ന, ചെറിയൊരു എമൗണ്ട് ഒക്കെ പെട്ടെന്ന് ലോൺ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പേറുപ്പിക്ക് എന്ന് പറയുന്നത്. ഇതിലും ഇൻട്രസ്റ്റ് ഓഫ് കോഴ്സ് കൂടുതലായിരിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലും പ്രൊവൈഡ് ചെയ്യാണ്ട് ലോൺ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് 500, 1000, 2000, 3000 ഒക്കെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് റാപ്പിഡ് റുപ്പി എന്നാണ്. ഇതും 500 തൊട്ട് 20,000 വരെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതിലും ലോൺ ടെന്യൂർ ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ നമുക്ക് പെട്ടെന്ന് ലോൺ കിട്ടാൻ ചാൻസ് ഉള്ളത് 500 ഒക്കെ പെട്ടെന്ന് മറിക്കണം എന്ന് ആവശ്യമുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകും. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് പ്ലേ സ്റ്റോറിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻട്രസ്റ്റ് ഒരു 3%, 4% റേഞ്ചിൽ വരും. നമുക്ക് പ്രോസസിംഗ് ഫീസും വരുന്നുണ്ട്. ടെന്യൂർ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ കാലയളവിലേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു 14 ദിവസം, 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം എന്ന റേഞ്ചിലേക്കായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത്തരം ആപ്ലിക്കേഷൻസിലൊക്കെ ലോൺ എടുത്ത് അടയ്ക്കാൻ ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. നാലാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ബ്രാഞ്ച് എന്നാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. കാരണം വളരെ പെട്ടെന്ന് ലോൺ തരുന്ന, ലോൺ അടച്ചു കഴിഞ്ഞാൽ റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് അൺലോക്ക് ആയിട്ട് വരുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇവർ നേരത്തെ 50,000 വരെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ 1 lakh ആക്കി ഇപ്പോൾ 2 lakh വരെ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 500 തൊട്ട് ലോൺ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളിപ്പോൾ സിബിലൊക്കെ കുറഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 500 മിനിമം കിട്ടും. ആ 500 എടുത്ത് റീപേ ചെയ്താൽ ചിലപ്പോൾ 2,000, 1,500, 3,000 ഒക്കെ അൺലോക്ക് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് നല്ലോണം അങ്ങനെ കൂടി വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 4% വരെ വരും. ടെന്യൂർ നമുക്ക് 1 മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 1 മാസം തൊട്ട് നമുക്ക് 1 വർഷം വരെയുള്ള കാലയളവിൽ നമുക്ക് ടെന്യൂർ കിട്ടും. പ്രോസസിംഗ് ഫീസും കട്ടാവും. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വളരെ 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 യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ബ്രാഞ്ച്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ആപ്ലിക്കേഷനിൽ. അഞ്ചാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് റാം ഫിൻകോർപ്പ് എന്നാണ്. ഇത് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചും ഇല്ലാതെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് ഇവർ മാക്സിമം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് 2 ലക്ഷം വരെയാണ്. പക്ഷേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്കൊരു 50,000-നുള്ളിൽ 25,000-നുള്ളിലൊക്കെ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. എനിക്കിപ്പോൾ 20,000 ആണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് ഫസ്റ്റ് തന്നെ അൺലോക്ക് ആയത്. ടെന്യൂർ നമുക്ക് മാക്സിമം 1 ഇയർ വരെയാണ് കിട്ടുന്നത്. ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ ഒരു 3-4 മാസം വരെയുള്ള കാലയളവിലായിരിക്കും കിട്ടുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 24 മാസം വരെ 2 ലക്ഷം വരെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഇല്ലാണ്ട് ചെറിയൊരു എമൗണ്ട് നമുക്ക് 20,000, 25,000 വരെയൊക്കെ നമുക്ക് ഫസ്റ്റ് എടുക്കാനായിട്ടും സാധിക്കും. പ്രോസസിംഗ് ഫീസ് നമുക്ക് വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് 3%-നുള്ളിലാണ് വരുന്നത്. അതുപോലെ തന്നെ 21 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാർക്കാണ് ലോൺ കിട്ടുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ ആപ്ലിക്കേഷന് ചിലതിലൊക്കെ 18 വയസ്സിന് മേളിൽ കിട്ടും. ചിലതിനൊക്കെ 21 വയസ്സിന് മുകളിലാണ് പ്രായം വരുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ആപ്ലിക്കേഷനാണ്. ആറാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് ട്രൂ ബാലൻസ് എന്നാണ്. ഇത് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചും ഇല്ലാണ്ടും കിട്ടും. ഫസ്റ്റ് ടൈം യൂസർ, അതായത് ആദ്യമായിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വരുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് ലോൺ കിട്ടും. ഒരു 10,000, 15,000 വരെ റേഞ്ചിലേക്കായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത്. മിനിമം എനിക്ക് തോന്നുന്നു ഒരു 1,000, 2,000 ഒക്കെ എന്തായാലും കിട്ടും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട്. നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം വെച്ചുകൊണ്ട്. ഇവർ മാക്സിമം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് 1,25,000 വരെയാണ്. നമുക്ക് 12 മാസം വരെ കാലയളവിൽ കിട്ടും. ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഒരു 4.5 റേഞ്ചിലേക്കായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. നിങ്ങൾ 2 രീതിയിലുള്ള ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെവലപ്പ് ലോൺ, ക്യാഷ് ലോൺ എന്ന് പറഞ്ഞത്. ഒരു ലെവലപ്പ് ലോണിൽ ഇൻട്രസ്റ്റ് കുറവായിരിക്കും. ക്യാഷ് ലോണിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരും. 4.5% ഒക്കെ വരും. എന്നാൽ പോലും അത്യാവശ്യം എളുപ്പത്തിൽ ലോൺ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ട്രൂ ബാലൻസ് എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് പ്രോസസ്സിംഗ് ഫീസും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞാൽ കത്ത് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പ്രോസസ്സിംഗ് ഫീസും നമുക്ക് കറക്റ്റായിട്ടാണ് അക്കൗണ്ടിട്ട് ഫണ്ട് ക്രെഡിറ്റ് ആവുന്നത്. ഏഴാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് റിംഗ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് 2 ലക്ഷം വരെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് 15,000 എങ്ങാണ്ടാണ് അപ്രൂവ് ആയത്. ഇൻട്രസ്റ്റ് ഒരു 3% വരെ വരുന്നുണ്ട്. പ്രോസസ്സിംഗ് ഫീസും ഉണ്ടാവും. നമുക്ക് ടെന്യൂർ നമുക്ക് 24 മാസം വരെയാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങളൊരു ചെറിയ എമൗണ്ടൊക്കെ അപ്രൂവ് ആവുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം വരെയൊക്കെ ആയിരിക്കും മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് ലോൺ അപ്രൂവ് ആകുന്നുണ്ട്. അത്യാവശ്യം എളുപ്പത്തിൽ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ നോക്കിയപ്പോൾ അവർക്കൊക്കെ ലോൺ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ട്രൈ ചെയ്ത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ആപ്ലിക്കേഷനിൽ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ഫസ്റ്റ് തരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് റിംഗ് എന്ന് പറയുന്നത്. എട്ടാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേരാണ് പേമി എന്ന് പറയുന്നത്. ഇവരും 2 ലക്ഷം വരെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 3% ഇൻട്രസ്റ്റ് റേറ്റിൽ. പ്രോസസ്സിംഗ് ഫീസ് 1-3% ഇടയിൽ വരും. 24 മാസം വരെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ടെന്യൂർ വരുന്നത്. ഇവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് ചെറിയ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും. ഒരു 10K ഒക്കെ റേഞ്ചിൽ സിമ്പിളായിട്ട്, ഒരു 5K 10K റേഞ്ചിലൊക്കെ സിമ്പിളായിട്ട് പ്രൊവൈഡ് ചെയ്യും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ലക്ഷം വരെയുള്ള വലിയ എമൗണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉള്ള ആപ്ലിക്കേഷനാണ് പേമി എന്ന് പറയുന്നത്. അത്യാവശ്യം എളുപ്പത്തിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എനിക്ക് 8,000 സംതിങ് എങ്ങാണ്ടാണ് അപ്രൂവ് ആയത്. ഫസ്റ്റൊക്കെ ഇവർ 1 മന്ത് ടെന്യൂർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 2-3 മന്തൊക്കെ ടെന്യൂർ കിട്ടുന്നുണ്ട്. മാക്സിമം 24 മാസം വരെ കിട്ടും. 9ാമത്തെ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് ഒരു പേ ലെറ്റർ ആപ്ലിക്കേഷനാണ്. ഫട്ടക് പേ എന്നാണ് പേര്. ഇതും ഒരു പേ ലെറ്റർ ആപ്ലിക്കേഷനാണ്. നമുക്കൊരു ലിമിറ്റ് കിട്ടും. ആ ലിമിറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് എടുക്കാം. 25,000 വരെയൊക്കെ ലിമിറ്റ് കിട്ടും. ആ ലിമിറ്റിൻ്റെ അകത്ത് വരുന്ന എമൗണ്ട് നമുക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്ത് എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് പോലെ ഇപ്പോൾ നമ്മൾ 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ യൂസ് ചെയ്യുന്നത്, 31-ാം തീയതി വരെ യൂസ് ചെയ്യുന്ന എമൗണ്ട് അടുത്ത മാസം 1-ാം തീയതി ബില്ല് വരും. ആ ബില്ല് വന്ന എമൗണ്ട് നമ്മൾ 5-ാം തീയതിക്കുള്ളിൽ തിരിച്ച് റീപേ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്ക് റീപേ ചെയ്യണമെങ്കിൽ റീപേ ചെയ്യാം. ക്യാഷ് ഉള്ളപ്പോൾ റീപേ ചെയ്യണമെങ്കിൽ റീപേ ചെയ്യാം. പക്ഷേ ശരിക്കും ഒരു 1 മന്ത് പീരീഡാണ് കിട്ടുന്നത്. ഇപ്പോൾ നവംബർ 1 തൊട്ട് നവംബർ 30 വരെ യൂസ് ചെയ്യുന്ന എമൗണ്ട് 1-ാം തീയതി ബില്ല് വന്ന് 5-ാം തീയതി റീപേ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് റീപേ ചെയ്തിട്ട് വീണ്ടും ആ എമൗണ്ട് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം. ഒരു ലിമിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ ലിമിറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്ത് തിരിച്ച് റീപേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുള്ള ആപ്ലിക്കേഷനാണ് ഫട്ടക് പേ എന്ന് പറയുന്നത്. ഇതിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു കൺവീനിയൻസ് ഫീസ്, ഇപ്പോൾ 5,000 എടുത്ത് കഴിഞ്ഞാൽ ഒരു 500 താഴെ എമൗണ്ട് മാത്രമേ കൺവീനിയൻസ് ഫീസായിട്ട് വരത്തുള്ളൂ. അത് നമുക്ക് യൂസ് ചെയ്ത് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്ത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. നമ്മുടെ ലാസ്റ്റ് 10th ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പേ ലെറ്റർ ആപ്ലിക്കേഷനാണ്. ഫ്രീയോ പേ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ഇതിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് എമൗണ്ട് കിട്ടും. ഒരു ലിമിറ്റാണ് കിട്ടുന്നത്. എനിക്ക് 5,000 ആണ് ലിമിറ്റ് വന്നിരിക്കുന്നത്. 5,000-ൻ്റെ അകത്തുള്ള എമൗണ്ട് എപ്പോഴാണെങ്കിലും നമുക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്ത് റീപേ ചെയ്യാനായിട്ട് പറ്റും. 1 മന്ത് ഈ പറഞ്ഞ ഫട്ടക് പേ പോലെ പീരീഡ് കിട്ടും. ആ പീരീഡിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന എമൗണ്ട് അടുത്ത മാസം ബില്ല് വന്ന് അത് റീപേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് റീപേ ചെയ്തിട്ട് വീണ്ടും ആ എമൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് 5,000 ആണ് ലിമിറ്റ് വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ആയിട്ടില്ല, കൺവീനിയൻസ് ഫീസായിട്ട് ഒരു 1000 എടുക്കുകയാണെങ്കിൽ ഒരു 150 രൂപ അടുത്തേ വരത്തുള്ളൂ. സോ ചെറിയ ഇൻട്രസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ പറയുന്ന ഫ്രീയോ പേ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ 10 ആപ്ലിക്കേഷൻസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 10 ആപ്ലിക്കേഷനിൽ 9 ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് റുപ്പി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലിങ്ക് മാത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലോൺ കിട്ടിയവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.